ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്കാരം. നമശ്ചണ്ഡികായ ശ്രീ ജ്ഞാനാംബിക റിസർച്ച് ഫൗണ്ടേഷൻ ഫോർ വേദിക് ലിവിംഗ് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ലോക ജനതയുടെ കോവിഡ് മഹാരോഗത്തിൽ നിന്നുള്ള മുക്തിക്ക് വേണ്ടിയും ആരോഗ്യത്തിനും സമ്പദ് സമൃദ്ധിക്കും എല്ലാവിധ ഐശ്വര്യത്തിനും വേണ്ടിയായി ശതചണ്ഡി മഹായജ്ഞം ചെയ്യുന്ന കാര്യം എല്ലാവരെയും അറിയിക്കുന്നു. കൊറോണ മഹാവ്യാധിയുടെ കാരണം എന്താണ് എന്ന് നമ്മുടെ ശാസ്ത്രങ്ങളിൽ നോക്കിയാൽ അധർമ്മം നിമിത്തമുള്ള പാപമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവരും അധർമ്മവും പാപവും ചെയ്തില്ലെങ്കിലും അധർമ്മം ചെയ്യുന്നവരെ നോക്കി നിന്നാലും അതിനെ തടുക്കാതിരുന്നാലും കണ്ടില്ല എന്നൊക്കെ നടിച്ചാലും ആ പാപം എല്ലാവരിലോട്ടും വ്യാപിക്കും. ഏക പാപാനി കുരുതേ ഫലം ഭുങ്ക്തേ മഹാജനാഹ. ഒരാൾ ചെയ്യുന്ന പാപം മഹാജനങ്ങളിലോട്ട് സംക്രമിക്കും. ഒരു രാവണൻ ചെയ്ത പാപമാണ് ലങ്കാ ദഹനത്തിന് കാരണമായത്. ഒരു ദുര്യോധനൻ്റെ അധർമ്മമാണ് മഹാഭാരത യുദ്ധമുണ്ടായി എത്രയോ ജനങ്ങളുടെ ജീവനെടുത്തത്. ഈ ഒരു സാഹചര്യത്തിൽ പാപത്തിനെ മാറ്റുന്നതിന് ഏറ്റവും ഫലപ്രദമായ വൈദിക കർമ്മം എന്ന് പറയുന്നത് യജ്ഞങ്ങളാണ്. യജ്ഞം ഹി ശ്രേഷ്ഠതമം കർമ്മ. കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവും ധാരാളം പുണ്യം ലഭിക്കുന്നതുമായിട്ടുള്ള കർമ്മം യജ്ഞമാണ്. എന്തുകൊണ്ടാണ് ശതചണ്ഡി മഹായജ്ഞം ചെയ്യാൻ തീരുമാനിച്ചത്? ഭാരതത്തിൽ ഒട്ടുക്കും, ഉത്തര ഭാരതത്തിലാണെങ്കിലും ദക്ഷിണ ഭാരതത്തിലാണെങ്കിലും വളരെ പ്രസിദ്ധമാണ് ദേവി മാഹാത്മ്യ പാരായണം. ഉത്തരഭാരതത്തിൽ അവർ ശതചണ്ഡി, ഉത്തരഭാരതത്തിൽ അതിനെ അവർ സപ്തശതി എന്ന പേരിൽ പറയുന്നു. ഇവിടെ നമ്മൾ ദേവി മഹാത്മ്യം എന്ന പേരിൽ പറയുന്നു. ദേവി മഹാത്മ്യം അല്ലെങ്കിൽ സപ്തശതി 100 പ്രാവശ്യം പാരായണം ചെയ്ത് 10 പ്രാവശ്യം ഹോമം ചെയ്യുന്നതാണ് ഈ ശതചണ്ഡി മഹായജ്ഞം. കലോ ചണ്ഡീ വിനായകോ. കലിയുഗത്തിൽ ചണ്ഡികാ ദുർഗാ പരമേശ്വരിയും വിനായകർ ഗണപതിയുമാണ് പെട്ടെന്ന് പ്രസാദിച്ച് വരം തരുന്നത്. ദേവീമഹാത്മ്യത്തിൻ്റെ ദേവത മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി സ്വരൂപത്തിലുള്ള ചണ്ഡികാ ദുർഗാ പരമേശ്വരിയാണ്. ദേവി മഹാത്മ്യ ഗ്രന്ഥത്തിന് വളരെ പ്രാധാന്യം പല രീതിയിലുമുണ്ട്. ദേവി മഹാത്മ്യം പട്ടുകൊണ്ട് മൂടി വീട്ടിൽ വെച്ചിരുന്നാൽ തന്നെ ദുർദേവതകളുടെയോ നെഗറ്റീവ് ഫോഴ്സസിൻ്റെയോ ഒന്നും സാന്നിധ്യം അവിടെ ഉണ്ടാകുകയില്ല എന്ന് പണ്ഡിത ശ്രേഷ്ഠർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ദേവി മഹാത്മ്യത്തിൽ ഫലശ്രുതി ദേവി നേരിട്ട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഉപസർഗാനശേഷാംസ്തു മഹാമാരി സമുദ്ഭവാൻ തഥാ ത്രിവിധമുത്പാദം മാഹാത്മ്യം ശമയേന്മമ. അതായത് എൻ്റെ മാഹാത്മ്യം എവിടെയാണോ പാരായണം ചെയ്യപ്പെടുന്നത് അവിടെ മഹാമാരി കൊണ്ടുണ്ടാകുന്നതാകുന്ന സകല ദോഷങ്ങളും മാറ്റപ്പെടുന്നു. മാത്രമല്ല തഥാ ത്രിവിധമുത്പാദം, ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം. അതായത് കാമക്രോധ ലോഭമോഹാദികളാൽ ഉണ്ടാകുന്നതായിട്ടുള്ള ദോഷങ്ങൾ, പ്രകൃതി നിമിത്തമുണ്ടാകുന്ന ദുരന്തങ്ങൾ, ഭൂതപ്രേത പിശാചാദികൾ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ
എല്ലാം തന്നെ ദേവി മാറ്റും. അന്തരീക്ഷ ചരാഘോര ഢാഗിന്യശ്ച മഹാബല ബ്രഹ്മരാക്ഷസവേതാള കൂഷ്മാണ്ഡ ഭൈരവാദേഹ നശ്യന്തി ദർശനാത്തസ്യേ കവചേ ഹൃദി സംസ്ഥിതേ. ആരാണോ കവചം പാരായണം ചെയ്യുന്നത് അവിടെ ദുർദേവതകളുടെ ഢാഗിനി ശാകിനി തുടങ്ങിയതായിട്ടുള്ള ദേവതകൾ, ബ്രഹ്മരാക്ഷസ വേതാളം കൂഷ്മാണ്ഡം തുടങ്ങിയതായിട്ടുള്ള ഒരു ദുർദേവതകളുടെയും സാന്നിധ്യം അവിടെ ഉണ്ടാകുകയില്ല എന്ന് അതിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ദേവി പ്രസീത പരിപാലേ നൂരിഭീതേർ നിത്യം യഥാ സുരവത ദധുനൈവ സദ്യ പാപാനി സർവജഗതാം പ്രശമന്മയാശു ഉത്പാദപാകജനിതാംശ മഹോപസർഗാൻ. ഉത്പാദം കൊണ്ടുണ്ടാകുന്ന, അധർമ്മം കൊണ്ടുണ്ടാകുന്ന പാപം എല്ലാം, മഹാമാരികളെല്ലാം ദേവി മഹാത്മ്യം പാരായണം ചെയ്യുമ്പോൾ മാറിപ്പോകുന്നു എന്ന് ദേവി മഹാത്മ്യത്തിൽ തന്നെ കാണാം. യാവത് ഭൂമണ്ഡലം തിഷ്ടേ സശൈല വനകാനനം താവത് തിഷ്ടതി മേദിന്യാം സന്തതി പുത്രപൗത്രകി ദേഹാന്തേ പരമം സ്ഥാനം യസ്സുരൈരഭിദുർലഭം പ്രാപ്നോതി പുരുഷോ നിത്യം മഹാമായ പ്രസാദതഃ. എവിടെയാണോ ദേവി മഹാത്മ്യം പാരായണം ചെയ്യപ്പെടുന്നത് അവർ വളരെ കാലം ജീവിച്ച് പുത്രപൗത്രാദികൾ തുടങ്ങിയ എല്ലാ ഐശ്വര്യങ്ങളും ലഭിച്ച് അവസാനത്തിൽ അവർക്ക് മോക്ഷപ്രാപ്തി തന്നെ ലഭിക്കുന്നു എന്നും നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ദേവി തന്നെ പറയുന്നുണ്ട്, എവിടെയാണോ ദേവി മഹാത്മ്യം പാരായണം ചെയ്യപ്പെടുന്നത് അവിടെ മനസ്സ് വന്നിട്ട് ധർമ്മത്തിലോട്ട് പോകും, ധർമ്മം ചെയ്യാൻ ദേവി മഹാത്മ്യ പാരായണം പ്രേരിപ്പിക്കും എന്നും ദേവി മഹാത്മ്യത്തിൽ തന്നെ കാണാൻ സാധിക്കും. അതിനാൽ അങ്ങനെയുള്ള ആ ദേവി മഹാത്മ്യം 100 പ്രാവശ്യം പാരായണം ചെയ്ത് ഹോമം 10 പ്രാവശ്യം ഹോമം ചെയ്യുന്നതാണ് ചണ്ഡിക ശതചണ്ഡി മഹായജ്ഞം. ആ യജ്ഞത്തിൽ നിങ്ങൾ എല്ലാവർക്കും ഭാഗമാകാൻ സാധിക്കും. നമ്മുടെ വെബ്സൈറ്റായ www.vedicliving.in കൂടി നിങ്ങളുടെ പേരും നക്ഷത്രവും രജിസ്റ്റർ ചെയ്താൽ ദേവി മഹാത്മ്യ പാരായണത്തിലും ശതചണ്ഡി മഹായജ്ഞത്തിലും പേരും നക്ഷത്രവും പറഞ്ഞ് എല്ലാവർക്കും വേണ്ടി സങ്കല്പിച്ച് ഈ മഹാമാരിയിൽ നിന്നും ലോകജനതയെ രക്ഷിക്കുന്നതിനായി എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമസ്കാരം.